മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് പാലക്കാടും പല്ലശ്ശനൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. പാലക്കാട് കൂടെ പോയിട്ട് കൊല്ലങ്കോടും കൂടെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കും എന്നതുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലങ്കോടും കൂടെ കാണാമെന്ന് തീരുമാനിച്ചത്. കൊല്ലങ്കോടിൻ്റെ ചില ഭാഗങ്ങൾ കാണിക്കുന്ന ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ പരിപാടി. എൻ്റെ പേര് യദുകൃഷ്ണൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇവിടെ നിന്നൊരു ചായ കുടിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നത് കൊല്ലങ്കോടിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് കഴിയാത്ത ഒന്നാണ്. നല്ല പഴക്കമുള്ള ഓല മേനിട്ടുള്ള ഒരു ചായക്കടയാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. അപ്പോൾ നിരവധി സിനിമാ ലൊക്കേഷനുകൾക്ക് കാഴ്ച ആയിട്ടുള്ള കൊല്ലങ്കോടുള്ള ഒരു അതിമനോഹരമായിട്ട് കളത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പണ്ട് കാലത്ത് നെല്ലും കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കളങ്ങൾ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വന്നാൽ ഏറ്റവും ആദ്യം തന്നെ ഉറപ്പുവരുത്തേണ്ടത് ഇവിടെയുള്ള ഒരു കൃഷിയിടത്തിലോ കാര്യങ്ങളോ ഒരു കാരണവശാലും നമ്മൾ കയറി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. നമുക്കിത് കാഴ്ച കണ്ട് പോകുന്ന ഒരു സംഭവമായിരിക്കാം. പക്ഷെ നേരെ മറിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊരു ഉപജീവന മാർഗമാണ്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ചെങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. പ്രകൃതിയും വിശ്വാസവും ഒന്നിക്കുന്ന അപൂർവമായ ഒരു ആരാധനാ കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ആൽമരത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ വേരുകൾക്കിടയിലും ശാഖകളുടെ ഇടയിലൂടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രകൃതി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കറുപ്പസ്വാമി ദക്ഷിണേന്ത്യയിൽ വ്യാപകമായി ആരാധിക്കുന്ന ഒരു ഗ്രാമദേവതാ സങ്കല്പമാണ്. ഗ്രാമത്തിൻ്റെ രക്ഷകനായും നീതിയുടെ ദേവനായും ഭക്തർ കറുപ്പസ്വാമി എന്ന് വിശ്വസിക്കുന്നു. കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ ഭൂപ്രകൃതിയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കൊല്ലങ്കോട്ടെ താമരപ്പാടം. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും നെല്ലിയാമ്പതി മലനിരകളുടെ പശ്ചാത്തലം എന്നിവ കൊണ്ട് വളരെ മനോഹരമാണ് ഈ പ്രദേശം. ഞങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് നെല്ലും കാര്യങ്ങളൊക്കെ വിത്തിട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മഴക്കാലത്താണ് താമരപ്പാടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. അതെ, 5 രൂപ വരുന്നതിലേക്ക്. അതിൻ്റെ പേരെന്നാ? അനശ്വരിയാ. എത്ര പഠിക്കുന്നു? 4ാം ക്ലാസ് പഠി. 5-ലല്ലേ? ഓക്കെ, പോട്ടെ. അങ്ങനെ കൊല്ലങ്കോടിൻ്റെ അതിമനോഹരമായ ഗ്രാമീണ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളിനി പാലക്കാടിലേക്ക് മെയിൻ ടൗണിലേക്ക് തിരികുകയാണ്. പാലക്കാടുള്ള മറ്റു വിശേഷമായി മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.